ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരാളെ വെറുപ്പിക്കാതെ എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇവരെന്താണ് ഇങ്ങനെ ബളബള സംസാരിക്കുന്നത്, ഇന്നൊന്ന് നിർത്തിപ്പോയെങ്കിൽ എന്നുള്ള ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലോ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. എപ്പോഴും ആളുകൾക്ക് ഇഷ്ടം നമ്മളെ കേൾക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളോട് ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. വെറുതെ ഇങ്ങനെ കേട്ട് നിൽക്കല്ല, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവർക്ക് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു ഇംപ്രഷൻ അവർക്ക് വർദ്ധിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുക. ഒരു മുതിർന്ന ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. കുട്ടികളോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളും ഒരു കുട്ടികളെ പോലെ ചിന്തിച്ചുകൊണ്ട് കുട്ടികളായിക്കൊണ്ട് സംസാരിക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് മറ്റുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് നമ്മളോട് നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരെ കളിയാക്കി ചിരിക്കുക. അതല്ലെങ്കിൽ അവരുടെ വിഷമം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അതൊരു തമാശ മട്ടിൽ കാണുക. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, ആളുകൾക്ക് നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും, നമ്മളോട് സംസാരിക്കാനുള്ള ആ ഒരു ആഗ്രഹവും അവർക്ക് കുറയും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സന്ദർഭവും സാഹചര്യവും ഓഡിയൻസിനെയും മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ക്ലാസ്സിന് നമുക്ക് കിട്ടുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, ആ സമയപരിമിതിക്കുള്ളിൽ നമ്മൾ നിന്ന് സംസാരിക്കണം. അതല്ലാതെ നമുക്ക് തോന്നുന്നത് എന്തും ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ആളുകളെ ബോറടിപ്പിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ ഫാമിലിയിലൊക്കെ സംസാരിക്കുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ മാത്രം ഇങ്ങനെ വെറുതെ ബളബളാ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല, മറ്റുള്ളവർക്കും സംസാരിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ആ ഇമോഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ സന്ദർഭവും സാഹചര്യവും ആളുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ഉതകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആളുകൾക്ക് നമ്മുടെ സംസാരം ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനർത്ഥം അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം സംസാരിക്കുക എന്നുള്ളതല്ല, നമ്മളെ മുന്നിൽ നിൽക്കുന്നവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.